നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 37 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 38-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. അടുത്ത ശ്ലോകം കൂടി കൂട്ടി വായിച്ചാലേ അർത്ഥം പറയാൻ സാധിക്കുള്ളൂ. കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഈ 2 ശ്ലോകങ്ങളും കൂടി ചേർത്ത് വായിച്ചാലാണ് അർത്ഥം പറയാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒപ്പം വായിച്ചത്. ഇവിടെ ജനാർദ്ദന എന്ന് കൃഷ്ണനെ സംബോധന ചെയ്യാണ്. അല്ലയോ കൃഷ്ണ, ലോഭോപഹത ചേതസ, ലോഭം കൊണ്ട് കീഴടക്കപ്പെട്ട മനസ്സോടുകൂടിയ, ഏതേ ഇവർ എന്ന് വെച്ചാൽ കൗരവാദികൾ, കുലക്ഷയകൃതം ദോഷം, കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും, മിത്രദ്രോഹേ പാതകം ച, ബന്ധുക്കളെ ദ്രോഹിക്കുന്നതിൽ നിന്നുള്ള പാപത്തെയും, യതി അപി ന പശ്യതി, യദ്യപ്യേതേ ന പശ്യതി എന്നുള്ളത് യതി അപി ഏതേ ന പശ്യതി എന്നാണ് പദച്ഛേദം. ഇവര് കാണുന്നില്ല, അതായത് അറിയുന്നില്ല ഇങ്ങനെയുള്ള പാതകവും പാപങ്ങളൊന്നും. എങ്കിലും കുലക്ഷയകൃതം ദോഷം, കുലം നശിപ്പിച്ചാലുണ്ടാകുന്ന ആ ദോഷത്തെ പ്രപശ്യദ്ഭി അസ്മാഭി, കാണാൻ കഴിയുന്ന ഞങ്ങളാൽ, അസ്മാത് പാപാത്, ഈ പാപത്തിൽ നിന്ന്, നിവർത്തിക്കാൻ, അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി, തത് കഥം ന ജ്ഞേയം, അത് എങ്ങനെ അറിയപ്പെടാതിരിക്കും എന്ന് സാമാന്യമായിട്ടുള്ള അർത്ഥം. അതായത് ഈ ലോഭം കൊണ്ട് വിവേകശൂന്യമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള ദുര്യോധനൻ തുടങ്ങിയ ആ കൗരവര് ഈ കുലം ക്ഷയിപ്പിച്ചാൽ, നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആ ദോഷവും, ബന്ധുക്കളെ മിത്രങ്ങളെ ദ്രോഹിച്ചാൽ ഉള്ള ആ പാപത്തെയും ഒന്നും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിലും ഈ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന, ഒരു കുലം നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന ദോഷത്തെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം, പാണ്ഡവരായ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കർമ്മങ്ങള്, ആ പാപം ചെയ്യാതിരിക്കണം. ഇവിടെ ഒരാള് യുദ്ധത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയരാണെങ്കിൽ ഒഴിഞ്ഞു മാറില്ല എന്നാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ഈ ദുര്യോധനാദികളുടെ അർജുനെ യുദ്ധത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇവിടെ അർജുനൻ വിചാരിക്കുന്നത് ദുര്യോധനാദികളായ കൗരവന്മാര് അമിതമായിട്ടുള്ള ഭോഗാസക്തി കൊണ്ട് കുലം നശിപ്പിച്ചാലുള്ള ആ ദോഷത്തെയും, ബന്ധുക്കളെ വധിച്ചാലുണ്ടാകുന്ന ആ പാതകത്തെയും ഒന്നും കാണുന്നില്ല. കാരണം അവര് അഹങ്കാരം കൊണ്ട് മത്തു പിടിച്ചിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അർജുനൻ പറയാണ്, ഈ യുദ്ധത്തിന്റെ ദുഷ്ഫലങ്ങളെ മുഴുവൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുഷ്കൃതങ്ങളൊക്കെ തങ്ങളെയും ബാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഞാൻ യുദ്ധത്തിന് തയ്യാറാകുന്നത് എന്ന് അർജുനൻ ഇവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യണ്ട എന്ന് തന്നെയാണ് അർജുനൻ പറഞ്ഞു വരുന്നത്. അടുത്ത ശ്ലോകം, കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത. കുലക്ഷയേ, കുലം ക്ഷയിച്ചാൽ, നശിച്ചാൽ, സനാതനാഃ കുലധർമാഃ പ്രണശ്യന്തി, സനാതനങ്ങളായ ശാശ്വതങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കുന്നു. ധർമ്മേ നഷ്ടേ, ധർമ്മം നഷ്ടപ്പെടുമ്പോൾ, കൃത്സ്നം കുലം അധർമ്മ ഉത അഭിഭവതി, കുലത്തിനു മുഴുവൻ
അധർമ്മം ബാധിക്കുകയില്ലേ? അതായത് ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഒരു വംശം നശിക്കുന്നതോടുകൂടി ആ വംശത്തിൽ പരമ്പരയായിട്ട് നിലനിന്ന് വന്നിരുന്ന കുറെ ആചാരങ്ങളുണ്ട്. അതായത് ഓരോ വംശത്തിൽ ജനിച്ചവർക്കും ഈ ആത്മീയ മൂല്യം നേടാനായിട്ടുള്ള പല വിധത്തിലുള്ള മതാചാരങ്ങളും ഒക്കെ നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിലുണ്ട്. ജനനം മുതൽ മരണം വരെയുള്ള ഈ ആചാരങ്ങൾക്ക്, ഓരോ കുലാചാരങ്ങളുടെ അറിവും അതിനെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ ചുമതലയൊക്കെ ആ വംശത്തിലെ മുതിർന്നവർക്കാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ബന്ധുമിത്രാദികളൊക്കെ യുദ്ധത്തിൽ മൃതി അടഞ്ഞാൽ ഈ കുലാചാരങ്ങൾക്കൊക്കെ അതിയായിട്ടുള്ള ഹാനി ഉണ്ടാവും. അങ്ങനെ ഈ കുലാചാരം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറക്കാർക്ക് ആത്മീയ മൂല്യങ്ങളൊന്നും ലഭിക്കാതെ അധാർമിക സ്വഭാവം കൈക്കൊണ്ട് വംശത്തിന് തന്നെ നാശം ഉണ്ടാക്കി തീർക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ കുലക്ഷയത്തിന് കാരണമാകുന്ന ഈ യുദ്ധം ചെയ്താൽ വലിയ പാപത്തിന് ഇടയാക്കല്ലേ ചെയ്യുക എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് അടുത്ത ശ്ലോകത്തില്. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. കൃഷ്ണ, അല്ലയോ കൃഷ്ണ, അധർമാഭിഭവാത് കുലസ്ത്രീയഃ പ്രദുഷ്യന്തി. അധർമാഭിഭവാത്, അധർമ്മം ബാധിച്ചാൽ കുലസ്ത്രീകൾ ദുഷിക്കുന്നു. വാർഷ്ണേയ സ്ത്രീഷു ദുഷ്ടാസു വർണ്ണസങ്കര ജായതേ. സ്ത്രീകൾ ദോഷപ്പെട്ടാൽ വർണ്ണസങ്കരം ഉണ്ടാകുന്നു. വർണ്ണസങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി സങ്കരം എന്ന് തന്നെ. ഇവിടെ കൃഷ്ണനോട് പറയാണ്, അധർമ്മം ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ, വംശത്തിൽ അധർമ്മം വർദ്ധിക്കും നേരത്തെ പറഞ്ഞുവല്ലോ, അതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ കുലത്തിലുള്ള സ്ത്രീകളൊക്കെ അധർമ്മം ചെയ്യാൻ ഇടയായിത്തീരും. സ്ത്രീകൾ ഇങ്ങനെ ദോഷത്തിൽ പതിച്ചു കഴിഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടായിത്തീരും. അങ്ങനെ വരുമ്പോൾ ഈ ധർമാചരണങ്ങളും അതുമാതിരി എങ്ങനെയാണ് ആത്മീയ മൂല്യം നേടാനുള്ള മാർഗവും ഒക്കെ അകന്നകന്ന് പോവും. അങ്ങനെ ഒരു കുലം നശിച്ചാൽ അതോടുകൂടി ആ കുലത്തിലുണ്ടായിരുന്ന ആചാരങ്ങളുമാണ് നശിക്കുക. അതായത് കുലങ്ങൾ തമ്മിൽ ഇങ്ങനെ സമ്മിശ്രമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, മിശ്രീകരണം കൊണ്ട് കുലധർമ്മങ്ങൾക്കൊക്കെ നാശം സംഭവിക്കും എന്നർത്ഥം. ഇങ്ങനെ ദുഷ്കൃതങ്ങൾ ചെയ്ത് ആ കുലങ്ങളൊക്കെ ധർമ്മലോപം സംഭവിച്ച് കുലക്ഷയത്തിന് കാരണമാകുന്ന ഈ പാപകർമ്മം എന്തിന് അനുഷ്ഠിക്കണം എന്നാണ് ഇതിനർത്ഥം. അടുത്ത ശ്ലോകം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. സങ്കരഃ കുലഘ്നാനാം കുലസ്യ ച നരകായ ഏവ. ഈ വർണ്ണസങ്കരം കുലഘ്നാനാം കുലം നശിപ്പിച്ചവർക്കും കുലത്തിനും നരകത്തിന് ഹേതുവായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഏഷാം പിതര ലുപ്തപിണ്ഡോദകക്രിയാ പതന്തി. ഈ കുലം നശിപ്പിച്ചവരുടെ പിതൃക്കൾ പിണ്ഡോദക ക്രിയകൾ ഇല്ലാതെ അധപ്പതിക്കുന്നു. അതായത് ഇത് കുലത്തിനെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കുലത്തില് ഇനി വരാൻ പോകുന്ന സന്തതികളെയും നരകത്തിലെത്തിക്കും. പിതൃക്കന്മാർക്ക് തിലോദകം ലഭിക്കാതെ അവര് പിതൃലോകത്തിൽ നിന്ന് നരകലോകത്തിലേക്ക് പതിക്കുകയും ചെയ്യും. അതാണ് ഈ സ്വജനങ്ങളെ കൊല്ലുന്നത് കൊണ്ടുണ്ടാകുന്ന പാപം ഈ കുലത്തെ മുഴുവൻ നരകത്തിലേക്ക് പതിക്കാൻ ഇടവരുത്തും എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങള് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ